നമസ്കാരം. MK ഭദ്രകുമാർ ഏഷ്യാനെറ്റ് ചാനലിൽ വിനു വിജയന്റെ ചർച്ചയിൽ പങ്കെടുത്തു വളരെ ഗൗരവമായി യുദ്ധത്തെ വീക്ഷിക്കുകയുണ്ടായി. അതായത് ഇസ്രയേൽ യുദ്ധം. അദ്ദേഹം വളരെ കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേൽ അടിയറവ് പറയും. അവരുടെ പൂർണ്ണം ഇനിയും അവർക്ക് 10-12 ദിവസത്തേക്കുള്ള ആയുധങ്ങളേ ഉള്ളൂ. അതേസമയത്ത് ഇറാന്റെ കൈവശം 20% ആയുധങ്ങളെ അവർ ഉപയോഗിച്ചുള്ളൂ. ബാക്കി 80% ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ട്. ഭൂഗർഭ അറകളിൽ അവരുടെ ആയുധങ്ങളെല്ലാം വളരെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല മിസൈലുകൾ ഉണ്ടാക്കുന്ന അടക്കം ഭൂഗർഭ അറകളിൽ വെച്ചിട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും സേഫാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ തിരിച്ചടിയെ നോക്കണ്ട, തുടർന്ന് തിരിച്ചടികൾ വരാൻ പോവുകയാണ്. മാത്രമല്ല അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അവരുടെ പടയാളികൾ മരിച്ചതിൻ്റെ ശവപ്പെട്ടികൾ, ആയിരക്കണക്കിന് ശവപ്പെട്ടികൾ അമേരിക്കയിലെത്തും. അവസാനം ഈ ട്രംപ് ഈ യുദ്ധത്തിൽ നിർണായകമായ സ്ഥാനമാണ് വഹിച്ചുള്ള ഇസ്രയേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച യഥാർത്ഥത്തിൽ ട്രംപാണ്. അവസാനം ട്രംപിനെ ഇംപീച്ച് ചെയ്യും അമേരിക്കയിൽ ശക്തമായ വികാരമാണ്. ട്രംപിനെതിരെയുള്ള യുദ്ധം ആവശ്യമില്ലാത്തതാണ്. അമേരിക്ക ഒരിക്കലും ഇതിൽ ഇടപെടാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പടയാളികളുടെ ശവപ്പെട്ടികളടക്കം യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അമേരിക്കയിലേക്ക് എത്തും. അത് വലിയ തരത്തിൽ കോളിളക്കം അമേരിക്കയിൽ ഉണ്ടാക്കുമെന്നാണ് MK ഭദ്രകുമാർ മുൻ അംബാസഡർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഗൗരവമുള്ളതാണ്. ഞാൻ ചാനൽ ചർച്ചകളിൽ ഒരു വേറിട്ട ശബ്ദമാണ് ഇന്നലെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ വിനു വിജോണിൻ്റെ ചർച്ചയിൽ ഭദ്രകുമാർ പറഞ്ഞിട്ടുള്ളത്. നമുക്കത് പൂർണ്ണമായി കേൾക്കാം. രണ്ടാം പാർട്ട്. ഈ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവർ 2 കൊമ്പുള്ള മുയലാണെന്നാണ് ഇസ്രായേൽ. ഈ യുദ്ധത്തോടു കൂടി ആദ്യമായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം രാജ്യവുമായിട്ട് ഇടയുന്നത്. ഒരു യുദ്ധത്തിൻ്റെ ഇതിൽ ഒരു സ്റ്റാൻഡിങ് ആർമിയുള്ള, ഒരു മിലിറ്ററി കേപ്പബിലിറ്റിയുള്ള ഒരു മുസ്ലിം രാജ്യവുമായിട്ട് അവരിടയുന്നത് ആദ്യമായിട്ടാണ് അവരുടെ എക്സിസ്റ്റൻസിൽ. നാസറോ അസാദോ പോലെ, അൻവർ സദാത്ത് പോലെയുള്ള ആളുകളല്ല ഈ ഇറാനിയൻസ് എന്ന് പറയുന്ന അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റി. അപ്പോൾ ഇതിൽ കംപ്ലീറ്റായിട്ട് എക്സ്പോസ് ചെയ്യുകയാണെന്ന് ഇസ്രയേലിൻ്റെ ലിമിറ്റേഷൻസ്. 5-10 മില്യൺ ആളുകളുള്ള ജനതയുള്ള ഒരു രാജ്യമാണ്. അവർ ഇപ്പോൾ തന്നെയും ഈ 2-3 വർഷമായിട്ടുള്ള മിലിറ്ററി എൻഗേജ്മെൻറ്റ്സ് കാരണം വളരെ എക്സോസ്റ്റഡ് ആണ് അവരുടെ മിലിറ്ററിക്കകത്ത് തന്നെയും വലിയൊരു ചിന്താഗതിയുണ്ട്. ഇദ്ദേഹം കാട് കയറി പോവുകയാണ്, ഇദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ. അവിടെയും വലിയ പൊളിറ്റിക്കൽ ഓപ്പോസിഷനുണ്ട്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു ഇറാൻ്റെ സ്ഥിതി എന്താണെന്ന്. അതിൽ നിന്നും ഭയങ്കരമാണ് അവിടെ. പിന്നെ അമേരിക്കയിലോട്ട് കിടക്കുക. ട്രംപിൻ്റെ പൊളിറ്റിക്കൽ ബേസ് മെഗാ മൂവ്മെൻ്റാണ്. ഈ മെഗാ മൂവ്മെൻ്റ് ഫ്ലാഗ് കാരിയർ ഫെഡറലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജേണലാണ്. ആ ഫെഡറലിസ്റ്റ് ഒരു ഒപ്പീനിയൻ പോൾ നടത്തി. മെഗാ മൂവ്മെൻറ്റിലെ ആ കൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള അവരുടെ സപ്പോർട്ടേഴ്സിനെയും എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒപ്പീനിയൻ പോൾ നടത്തി. അതിൽ ഈ ഇറാൻ യുദ്ധത്തിൽ കടന്നുകൂടുന്നതിന് ട്രംപിൻ്റെ പുറകെ പോകാനായിട്ടും അത് സമ്മതിച്ചു കൊടുക്കാനും എതിർക്കാതിരിക്കാനുമായിട്ട് ആകെ 20% മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 64% നഖശിഖാന്തം ഇതിനെ എതിർക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ട്രംപിൻ്റെ കോർ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ഫ്രാക്ചറാവും. അത് ഫ്രാക്ചറാവുകയാണെങ്കിൽ അടുത്ത വർഷത്തെ മിഡ് ടേം വരുമ്പോൾ ഇപ്പോൾ തന്നെയും കോൺഗ്രസ്സിൽ വേഫർ തിൻ മെജോറിറ്റിയാണ് റിപ്പബ്ലിക്കൻസിനുള്ളത്. അതില്ലാതായി കഴിഞ്ഞാൽ അദ്ദേഹം ലെയിം ഡക്ക് ആകും. പിന്നെ ഇപ്പോൾ തന്നെ ചില സെനറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് മുന്നിൽ ഒരു ചോദ്യം. അമേരിക്ക ഒരു യുദ്ധത്തിൽ കടക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ അനുമതി തേടണം എന്നുള്ള ഒരു വ്യവസ്ഥിതി അവിടെ ഉണ്ട്. അത് ട്രംപ് ചെയ്തിട്ടില്ല. അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് മാത്രം മതി അദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യാനുള്ള ഒരു കാരണം. പ്രത്യേകിച്ചും ഇറാനെ അടിച്ചതിന് ശേഷം 100 കണക്കിനോ 1000 ശവപ്പെട്ടികൾ അമേരിക്കയിൽ തിരിച്ചു വരികയാണ്, അമേരിക്കൻ ഭടന്മാരുടെ തിരിച്ചു വരികയാണെങ്കിൽ ഈ മനുഷ്യൻ ഇതോടുകൂടി നശിക്കും. അയാളെ ഇംപീച്ച് ചെയ്യും. ഇപ്പോൾ തന്നെ ഇലോൺ മസ്ക് പറയുന്നുണ്ട് JD വാൻസാണ് അവിടെ കൂടുതൽ യോഗ്യനായിട്ട് പ്രസിഡൻ്റായിട്ട് വരേണ്ടതെന്നുള്ളത്. JD വാൻസിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്? ഈ ഇറാനുമായിട്ടുള്ള ഈ അടി എന്നുള്ള ഈ പ്രസ്ഥാനം തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഇസ്രയേലിനെ അമേരിക്ക പിന്തുണ കൊടുക്കുന്ന ഈ രീതിയിൽ പിന്തുണ കൊടുക്കുന്നത് നിർത്തണം എന്നുള്ള ഒരു ഇതാണ്. അമേരിക്കയിൽ ആ ചിന്താഗതിയും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതാണല്ലേ വേറൊരു ഘടകം.
അപ്പോൾ ഇതൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ ഇവിടുത്തെ ഇന്ത്യയിൽ പൊതുവിലുള്ള ഒരു ധാരണ ഇസ്രയേൽ ഞാൻ പറഞ്ഞ കണക്ക് 2 കൊമ്പുള്ള ഒരു മുയലാണെന്നുള്ളതാണ്. ആ രീതിയിലല്ല, യാഥാർത്ഥ്യമല്ല എന്നുള്ളത് ഇന്ന് തെളിഞ്ഞു. ആദ്യത്തെ എക്സ്പീരിയൻസിൽ 5 ദിവസത്തിനകം തെളിഞ്ഞു. അവർക്ക് ഇന്നൊരു ഒരു ഡിറ്ററൻറ്റ് കേപ്പബിലിറ്റി ഇല്ല ഇറാനുമായിട്ട്. പിന്നെ അവർ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. റഷ്യൻ സാറ്റലൈറ്റ്സ് കണ്ടു ഈ ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന്. അവരുടെ പത്രം വായിക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ അവരുടെ പത്രം വായിക്കാറുണ്ട് എല്ലാ ദിവസവും, റഷ്യൻ ഭാഷയിലുള്ള പത്രം. ആ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരൊറ്റ ഇസ്രായേലി വിമാനം ഇറാൻ്റെ എയർ സ്പേസിൽ ഇതുവരെ കടന്നിട്ടില്ല എന്നാണ്. അവർ സിറിയ വഴി പറന്നു വന്ന് ഇറാഖിൽ വന്നിട്ട് അവരുടെ എയർ സ്പേസിൽ നിന്നാണ് അവർ മിസൈൽ ഫയർ ചെയ്യുന്നത് ഇറാനിലേക്ക്. അപ്പോൾ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം മോർ ഓർ ലെസ് ഇൻടാക്റ്റ് ആണ്. അത് പുടിൻ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഡേ ബിഫോർ യെസ്റ്റർഡേ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ. അദ്ദേഹം പറഞ്ഞു അവരുടെ അണ്ടർഗ്രൗണ്ട് കേപ്പബിലിറ്റീസ്, മിസൈൽ ഡെവലപ്മെൻറ്റിനുള്ളതും ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റിനുമുള്ള കേപ്പബിലിറ്റീസ് കംപ്ലീറ്റ്ലി 100% ഇൻടാക്റ്റാണ്. ഈ പുറത്തുള്ള ചില കെട്ടിടങ്ങളും അവിടെ ഇരിക്കുന്ന സെൻട്രി പോസ്റ്റും അവിടത്തേക്ക് വരുന്ന കറണ്ട് വരുന്ന ഇലക്ട്രിക്കൽ പോൾസും ഇതൊക്കെയാണ് ഇസ്രയേൽ തകർത്തിരിക്കുന്നത്. ആ മണ്ണിനടിയിലുള്ള അവരുടെ പ്രസ്ഥാനങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റഷ്യയുടെ വിലയിരുത്തൽ. പുടിൻ പിന്നെ വേറൊന്നും പറഞ്ഞു. പുടിൻ പറഞ്ഞ യാതൊരു കാരണവശാലും അവിടുത്തെ ഭരണകൂടം തകരാൻ പോകുന്നില്ല, ഞങ്ങളുടെ തന്നെ എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞങ്ങളുടെ ഇൻഫർമേഷൻ, അതായത് അവരുടെ ഇൻ്റലിജൻസ് ആൻഡ് റഷ്യൻ ഇൻ്റലിജൻസ് വളരെ ഇഫക്റ്റീവാണ് ഇത്തരത്തിലുള്ള സ്ഥിതിയിൽ. അവർക്ക് ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് ഉണ്ട്, സാറ്റലൈറ്റ് ഇൻ്റലിജൻസ് ഉണ്ട്, പിന്നെ അത് മാത്രമല്ല അവർക്ക് അവരുടെ ആളുകൾ അവിടെയുണ്ട്, അവരുടെ ഏജൻസ് ഉണ്ട്. ഇതൊക്കെ കൂടെ എടുക്കുമ്പോൾ അവർ പറയുന്നത് യാതൊരു വിധത്തിലും അവിടെ ഒരു കൊളാപ്സ് ഉണ്ടാകാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഫങ്ഷനിങ് സിസ്റ്റം അവിടെയുണ്ട്. അതിൻ്റെ അണ്ടർപിന്നിങ് ആയിട്ട് ഒരു സിവിലൈസേഷണൽ അണ്ടർപിന്നിങ്ങുമുണ്ട്. അപ്പോൾ വലിയ നാഷണൽ ഐഡൻറ്റിറ്റി ഉണ്ട്. എത്ര ശതമാനം ഇറാഖികൾ ഷിയ ആണെന്നുള്ളത് അവിടെ പ്രസക്തിയേ ഇല്ല. അതിന് ഇറാനിയൻ നാഷണലിസത്തിൻ്റെ ആൽക്കമി മനസ്സിലാക്കാത്തവരാണ് ആ രീതിയിൽ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവർ കുട്സാണ്, ബാക്കിയുള്ളവർ സുന്നികളാണ്, ബാക്കിയുള്ളവർ അസറീസാണ് എന്നൊക്കെ പറയുന്നത്. അതല്ല വരുന്നത്. ഏതാണ്ട് ഇന്ത്യയിലെ ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഞാനൊരു ഈഴവനാണെന്ന് ഞാൻ ചിന്തിക്കുമോ? ഇന്ത്യ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ മലയാളിയാണെന്ന് ഞാൻ ചിന്തിക്കുമോ? ഇല്ല, അല്ലേ? നമ്മളെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ? അപ്പോൾ ഇത്ര ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഇതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ അവിടുത്തെ സ്ഥിതിയുടെ ഗ്രാവിറ്റി അതാണ് ഈ ട്രംപ്. താങ്കൾ ആദ്യം എന്നോട് ചോദിച്ചതിൻ്റെ പറയാം, ട്രംപ് ഒരു അങ്കലാപ്പിലാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതൊക്കെയാണ്. ഈ ഇസ്രയേലിൻ്റെ പതനം നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇവിടെ ഇന്ത്യയിലെ ഡിസ്കോഴ്സസിൽ. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഇസ്രയേലിൻ്റെ പ്രൊപ്പഗാൻഡ അങ്ങ് അസിമിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഇസ്രയേൽ വിചാരിക്കുന്നതെല്ലാം നടക്കാൻ പോവുകയാണെന്നാണ് അവിടെ. അങ്ങനെ അല്ലല്ല അത് മുന്നോട്ട് പോകാൻ പോകുന്നത്. അതാണ് അവിടുത്തെ ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മസങ്കടം. ട്രംപിനെ നെതന്യാഹു പറഞ്ഞ് ആദ്യമേ തൊട്ട് പറഞ്ഞ് ചിന്തിപ്പിക്കാൻ ശ്രമിച്ചത് ഇതൊരു ചെറിയ കളിയാണ്. 48-72 മണിക്കൂറിൽ അവിടുത്തെ കക്ഷികളെ എല്ലാം വധിക്കും. അത് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനമെടുക്കാൻ ശേഷിയുള്ള വ്യക്തികൾ മുകളിലൊന്നുമില്ല. ആരോ ഒരു വ്യക്തി ഇപ്പോൾ ഇവിടുത്തെ ഡിസ്കഷനിൽ പറഞ്ഞു, വളരെ പെർസെപ്റ്റീവായിട്ടുള്ള കാര്യമാണ്. അവരുടെ സിസ്റ്റം, അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇസ്ലാമിക് സിസ്റ്റത്തിൽ വലിയ ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. അത് ഇതുപോലത്തെ കണ്ടിൻജൻസീസിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സിസ്റ്റംസുമാണ്. നേതൃത്വം ഇദ്ദേഹത്തിനെ ഖമനിയെ വധിക്കുകയാണെങ്കിൽ തന്നെയും അതൊരു വലിയൊരു പാതകമായിരിക്കും. അത് ചെയ്യുകയാണെങ്കിൽ തന്നെയും, നെതന്യാഹു ചെയ്യുകയാണെങ്കിൽ തന്നെയും. എന്ന് വെച്ചാൽ വളരെയധികം കോടിക്കണക്കിനുള്ള ഷിയകൾ ഇത്ര ആദരവോടുകൂടി കാണുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ വധിക്കുകയാണെങ്കിൽ തന്നെയും വേറെ നേതൃത്വം അവിടെ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്.